പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ എൻ്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 എക്കണോമിക്സിന്റെ ചാപ്റ്റർ 9 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അളവുകളുടെ വിതരണം എന്നാണ് ഇതിന്റെ മലയാളം. ഏകദേശം 8 ചാപ്റ്റർ നമ്മൾ പ്രസന്റ് ചെയ്തു. 9ാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ ഭാഗമാണ്. ഇനി ഏകദേശം 1-2 ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക് തുടരും. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോസ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇതിൽ നമുക്ക് അളവുകള് 4 തരം അളവുകളാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സില്. ഒന്ന് റേഞ്ച്, 2 QD എന്ന് പറഞ്ഞ ക്വാർട്ടൈൽ ഡീവിയേഷൻ, SD എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, MD എന്ന് പറഞ്ഞ മീൻ ഡീവിയേഷൻ. അപ്പൊ ഇത് നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുക വരും. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും എങ്ങനെ കണ്ടുപിടിക്കാം. അതിന്റെ 3 സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. ഈ 3 സീരീസിലും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ റേഞ്ച് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ഒരു സീരീസിലെ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് റേഞ്ച് എന്ന് പറയുന്നത്. കുറെ ഡാറ്റകൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് റേഞ്ച്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കുകൾ തന്നിട്ടാണ്. 50 കുട്ടികളുടെ മാർക്ക് തന്നു. ഏറ്റവും ഹയസ്റ്റ് ആയ കുട്ടി എത്രയാണ്, ഏറ്റവും ലോവസ്റ്റ് ആയ കുട്ടി എത്രയാണ്, അതിന്റെ വ്യത്യാസം എത്ര, അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് 3 സീരീസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ 3 സീരീസിലും ഞാൻ പറയുന്നത് ഒന്ന് ഇൻഡിവിജ്വൽ റേഞ്ച് കണ്ടുപിടിക്കുന്നത്, ഡിസ്ക്രീറ്റ്, അതേപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ്. ഈ ഓരോ സീരീസ് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഡാറ്റ മാത്രമാണ്, ഒരു വേരിയബിൾ മാത്രം തരികയാണെങ്കിൽ ഇൻഡിവിജ്വൽ, 2 വേരിയബിൾ തരികയാണെങ്കിൽ ഡിസ്ക്രീറ്റ്, എക്സും എഫും. ഇനി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എക്സും എഫും ക്ലാസ് ഇന്റർവെല്ലും ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് സീരീസ് ആയിട്ടാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളത്. റേഞ്ചിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അക്ഷരാണ് R എന്ന് പറയുന്ന അക്ഷരാണ്. ഇവിടെയൊക്കെ നമ്മൾ 3നും ഒരു ഇക്വേഷൻ ആണ്. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും ഒരു ഇക്വേഷൻ ആണ്. റേഞ്ച് കണ്ടുപിടിക്കാൻ L - S. L എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഐറ്റം, S എന്ന് പറഞ്ഞാൽ സ്മാളസ്റ്റ് ഐറ്റം. ഒരു സീരീസില് ഏറ്റവും വലിയ സംഖ്യ എത്ര, അതാണ് ലാർജ്. S എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് റേഞ്ച്. ഇതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് കണ്ടുപിടിക്കാനാണ്. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് അതും നമുക്ക് ഈ 3 സീരീസിനും ഒരു ഇക്വേഷൻ ആണ്. L - S / L + S. ഇത് നിങ്ങൾ എഴുതി വെക്കട്ടെ. എന്റെ വീഡിയോ കാണുമ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ എങ്ങനെ ചെയ്യാം. ഈ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ റേഞ്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിപ്പോ ഏത് സീരീസ് ആണ്? ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തന്നിട്ടാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു 2ാം ക്ലാസ്സിലെ കുട്ടികളുടെ 5 കുട്ടികളുടെ മലയാളത്തിന്റെ മാർക്കാണ്. മലയാള മാർക്കാണ് 5 കുട്ടികളാണ്. 5 കുട്ടികൾക്ക് മലയാളത്തിന്റെ ടെസ്റ്റ് പേപ്പർ നടത്തി. 10ലാണ് ടെസ്റ്റ് പേപ്പർ നടത്തിയത്. 10ന് ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ ഒരു കുട്ടിക്ക് 10ൽ 5 കിട്ടി, ഒരു കുട്ടിക്ക് 4 കിട്ടി, ഒരു കുട്ടിക്ക് 3 കിട്ടി, ഒരു കുട്ടിക്ക് 2 കിട്ടി, ഒരു കുട്ടിക്ക് 1. ഇവിടെ ഒറ്റ സീരീസ് മാത്രമാണ്, ഒരു വേരിയബിൾ മാത്രമാണ്. ഈ വേരിയബിൾ പറയുന്നത് എക്സ്. മാർക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അതുകൊണ്ട് ഒരൊറ്റ ഡാറ്റ മാത്രം തന്നോണ്ട് ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്, എക്സ് മാത്രമാണ്. അപ്പൊ നമ്മൾ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം? റേഞ്ച് ഈക്വൽ ടു L - S ആണ്. L എന്ന് പറഞ്ഞതിൽ ഏറ്റവും വലുത് എത്ര, 5 - S. ഏറ്റവും ചെറുത് 1. 5 × 1 എത്ര, 4. അതാണ് റേഞ്ച്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച്. കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എങ്ങനെ, CR ഷോർട്ട് ആയിട്ട് അങ്ങനെ എഴുതണം. കോഎഫിഷ്യന്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ L - S. L - S എന്ന് പറഞ്ഞാൽ
5 മൈനസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് എസ്. 5 പ്ലസ് 1. ചെറുതിന് വലുതും കുറക്കുക, അല്ല വലുതിന് ചെറുതും കുറക്കുക, വലുതിനോട് ചെറുത് പ്ലസ് ചെയ്യുകയും ചെയ്യാം. മറക്കാതിരിക്കാൻ എളുപ്പമാണ്. വലുതിന് ചെറുത് കുറക്കുന്ന റേഞ്ചാണ്. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ വലുതിന് ചെറുതും കുറക്കുക, വലുതിനോട് ചെറുത് പ്ലസ് ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് കോഎഫിഷ്യന്റ്. അപ്പൊ ഇവിടെ കിട്ടുന്നത് 4 ഡിവൈഡ് ബൈ 6, 2 ഡിവൈഡ് ബൈ 3 ഇങ്ങനെ വരും കേട്ടോ. ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും കേട്ടോ. 4 ഹരിക്കണം 6 ഇവിടെ വെച്ച് ചെയ്താൽ കിട്ടും. 4 6 പൂരം പോയിന്റ് ഇല്ല. 40 6 6 36 വീണ്ടും 4 ഇടുക 0 ഇടുക. അപ്പൊ 0.66 അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസർ വരുന്നത്. എപ്പോഴും കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ചിന്റെ ആൻസർ ഒന്നിലും താഴെ ആയിരിക്കും, ഒന്നിലും മേലെ ആയിരിക്കും നമ്മുടെ ആൻസർ തെറ്റാണ്. ഓക്കെ, ഇതാണ് ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് എഴുതി വെക്കുക കേട്ടോ. ഇനി എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിസ്ക്രീറ്റ് സീരീസ് എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ് നമുക്കറിയാം. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ ഉണ്ടാവും. ഒന്ന് എക്സും ഒന്ന് എഫും ഉണ്ടാവും. കണ്ടോ, ഞാൻ നേരത്തെ ചെയ്തതിന് ഒരു മാർക്ക് മാത്രമേ തന്നു. ഇവിടെ കുട്ടികളുടെ കോളം തന്നിട്ടുണ്ട്. മാർക്ക് നമുക്ക് ഒരു ക്ലാസ്സിൽ പരീക്ഷ ടെസ്റ്റ് നടത്തി, 10ലാണ് ടെസ്റ്റ് നടത്തിയത്. അപ്പൊ കിട്ടിയ മാർക്കാണ് 8 കിട്ടി, 4 കിട്ടി, 3 കിട്ടി, 2 കിട്ടി. ഒരു 4 കുട്ടികളുടെ മാർക്കാണ്. അല്ല, 4 കുട്ടികളുടെ അല്ല, 8 കിട്ടിയ കുട്ടികളിൽ 2 ആളുണ്ട്, 4 കിട്ടിയത് 3 ആളുണ്ട്, 3 കിട്ടിയത് ഒരു 5 ആളുണ്ട്, 2 കിട്ടിയത് ഒരു 5 ആളുണ്ട്. മൊത്തം ക്ലാസ്സിൽ കുട്ടികൾ 5 5 10 15 കുട്ടികൾ മൊത്തം ക്ലാസ്സിലുണ്ട്. അതിൽ 8 കിട്ടിയ കുട്ടികൾ 2 ആള്, 4 കിട്ടിയ കുട്ടികൾ 3 ആള്, 3 കിട്ടിയ കുട്ടികൾ 5 ആള്, 2 കിട്ടിയത് 5. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഡിസ്ക്രീറ്റ് ആണ്. ഇവിടെ മാർക്ക് തന്നെ ആകണമെന്നില്ല, വേറെ എന്തോ ഡാറ്റ വേണമെങ്കിൽ ആകാം. ഡിസ്ക്രീറ്റിൽ ഇത് എക്സ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് തന്നെ എക്സും രണ്ടാമത് തന്നെ എഫും. ഇപ്പൊ ഡിസ്ക്രീറ്റ് ആണ്. ഇനി എന്താണ് നമ്മുടെ ഇക്വേഷൻ? റേഞ്ച് കണ്ടിട്ട് n മൈനസ് എസ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രീക്വൻസി പരിഗണിക്കേണ്ട. ലാർജ് മൈനസ് സ്മാൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഏത് എടുത്താൽ മതി? ഈ എക്സ് മാത്രം നോക്കിയാൽ മതി, എഫ് പരിഗണിക്കേണ്ട. അതായത് ഈ കോളം മാത്രം നോക്കിയാൽ മതി, എഫ് തൊഴിലിനെ വേണം. അപ്പൊ എത്രയാണ് എക്സിന് ലാർജ്? 8 മൈനസ് 3 അല്ല 2. 8 ആണ് ഏറ്റവും വലുത്, ഏറ്റവും ചെറുത് 2 ആണ്. അതാണ് റേഞ്ച് 6. വളരെ എളുപ്പമാണ്. ഫ്രീക്വൻസി നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ല. ഇതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് എത്രയാണ്? വലുതിനെ ചെറുത് കുറക്കുകയും ചെയ്യാം, വലുതിനോട് ചെറുത് കൂട്ടും ചെയ്യാം. അതാണ് കോഎഫിഷ്യന്റ്. 8 മൈനസ് 2 ഡിവൈഡ് ബൈ 8 പ്ലസ് 2 6/10. 6/10 ചെയ്ത് കിട്ടും. 6 ഉള്ളിൽ എഴുതാം, 10 പുറത്ത്. ഇങ്ങനെ തന്നെ എഴുതാം. കാരണം കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ പരീക്ഷക്ക്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാം. 6 പോകില്ല, പോയിന്റ് ഇടുക, 0 ഇടാം. 6 എത്ര 10 ഉണ്ട്? 6. ആൻസർ എത്ര? 0.6. 0.6 നമ്മുടെ ആൻസർ. ഇതാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഓക്കെ, എന്തെങ്കിലും സംശയം ചോദിക്കാം. ഡിസ്ക്രീറ്റ് സീരീസിൽ 2 ഡാറ്റയിലും എക്സും എഫും ഉണ്ടാവും. അതാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഇവിടെ പരിഗണിക്കേണ്ടത് എക്സ് മാത്രം. നമ്മൾ റേഞ്ച് കാണുമ്പോഴും കോഎഫിഷ്യന്റ് കാണുമ്പോഴും എക്സ് മാത്രം നോക്കിയാൽ മതി, വലുതും ചെറുതും. എഫ് നമ്മൾ പരിഗണിക്കേ വേണ്ട, ഫ്രീക്വൻസി പരിഗണിക്കേണ്ട. ഇനി ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ പ്രത്യേകത എക്സ് ഉണ്ടാവും, എഫ് ഉണ്ടാവും, ക്ലാസ് ഇന്റർവെല്ലും ഉണ്ടാവും. ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് നമ്മൾ ഇവിടെ തരികയാണ്. 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ തരികയാണ്. ഫ്രീക്വൻസി നമ്പർ ഓഫ് സ്റ്റുഡൻസും തരികയാണ്. 5, 10, 15. എങ്ങനെയാണ് നമ്മള് അപ്പൊ ഇത് കണ്ടിന്യൂസ് ആണ് എങ്ങനെ തിരിച്ചറിഞ്ഞത്? എക്സ് ഉണ്ട് ഒരു അടയാളം, രണ്ടാമത്തെ അടയാളം എഫ് ഉണ്ട്, മൂന്നാമത്തെ അടയാളം ക്ലാസ് ഇന്റർവെൽ ആയിട്ടാണ് തന്നിട്ട്. അപ്പൊ സീരീസ് ഏതാ? കണ്ടിന്യൂസ് ആണ്. റേഞ്ച് കണ്ടുപിടിക്കുന്നത് ഏതാണ്? n മൈനസ് എസ്. ലാർജ് ഇതിനെത്ര? ഇവിടെയും നമ്മൾ ഈ എക്സ് മാത്രം നോക്കിയാൽ മതി, എഫ് പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല എന്നതാണ്. ഡിസ്ക്രീറ്റ് സീരീസിലും നമ്മൾ എക്സ് മാത്രമാണ്, എഫ് പരിഗണിക്കില്ല. അതേപോലെ തന്നെ കണ്ടിന്യൂസിലും എക്സ് മാത്രം നോക്കുന്നത്, എഫിന്റെ കോളം വേണ്ട. അപ്പൊ എക്സിന്റെ ഏറ്റവും ഹൈനസ് 30, 28, 30 ഏറ്റവും വലുത് 30.
30 മൈനസ് ഏറ്റവും ചെറുത് 0 തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ കിട്ടുന്നത് 30 റേഞ്ച് കിട്ടുന്നത്. ഇനി കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് 30 മൈനസ് ഏറ്റവും വലുതിന് ചെറുത് കുറക്കുക ഡിവൈഡ് ബൈ 30 പ്ലസ് 0. അപ്പൊ 30/30 1. ഞാൻ പറഞ്ഞില്ലേ കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് 1 വരെ ആകാം, 1-ലും കൂടുതലാകാൻ പാടില്ല എന്നതാണ്. ഇതാണ് റേഞ്ചിനെ കുറിച്ച് പറയാം. ഇതോടെ നമ്മൾ റേഞ്ച് ഇവിടെ വെച്ച് അവസാനിക്കും. വളരെ എളുപ്പമാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സീരീസിലെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള അന്തരമാണ് എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത്. അത് 3 സീരീസിലും നമ്മൾ എക്സ് മാത്രമേ പരിഗണിക്കാറുള്ളൂ. നമുക്ക് ഈ ചാപ്റ്ററിന്റെ ചെറിയൊരു ഭാഗം കൂടി ഉള്ളൂ, അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിയും. ഇനി നമുക്കുള്ള കോർഡിനേറ്റ് ഡീവിയേഷൻ ആണ്. അതിൽ നമുക്ക് 3 സീരീസ് ഉണ്ട്. ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്. ഇൻഡിവിജ്വൽ ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, അതേപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട് കേട്ടോ. കോർഡിനേറ്റ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. കോർഡിനേറ്റ് ഡീവിയേഷൻ ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2. ഇതാണ് കോർഡിനേറ്റ് ഡീവിയേഷൻ. അത് ഈ 3 എണ്ണത്തിനും സെയിം ആണ്. Q3 മൈനസ് Q1. അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കോർഡിനേറ്റ് ഡീവിയേഷൻ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. ഇത് രണ്ടും എഴുതി വെക്കണം. ഓക്കെ. റേഞ്ച് കണ്ടുപിടിച്ച പോലെ തന്നെ കോർഡിനേറ്റ് ഡീവിയേഷൻ 3 സീരീസിൽ ഒരു ഇക്വേഷൻ ആണ്. Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2. കോഎഫിഷ്യന്റ് ആണ് Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. ഇത് എഴുതി വെക്കണം. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് ചെയ്യാം. ഇൻഡിവിജ്വൽ സീരീസ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സീരീസ് നമുക്ക് ഒറ്റ ഡാറ്റയാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ഞാൻ തന്നിട്ടാണ്. 5 കുട്ടികളുടെ മാർക്കാണ് നമ്മൾ തന്നിട്ടുള്ളത്. 10ലാണ് ടെസ്റ്റ് പേപ്പർ. അപ്പൊ ആ മാർക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മീഡിയൻ കണ്ടപ്പോൾ നമ്മൾ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ ആദ്യം എഴുതി. അതേ മാനദണ്ഡം തന്നെയാണ് കോർഡിനേറ്റ് ഡീവിയേഷനിലും തന്നിരിക്കുന്ന സീരീസിലാണ് ആദ്യം ഒരു ഓർഡർ എഴുതാം. അസെൻഡിങ് ഒരു ഡിസെൻഡ്. അസെൻഡിങ് ആകാം അല്ലെങ്കിൽ ഡിസെൻഡ്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ആരോഹണ ആകാം അല്ല. ഇത് എഴുതിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്തത് മുഴുവൻ തെറ്റിപ്പോകും. മീഡിയന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. മീഡിയന് നമ്മൾ കിട്ടുമ്പോൾ ആദ്യം ആരോഹണം. അപ്പൊ ആദ്യ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചെയ്യുന്ന 2 കണക്കുകളാണ്, ഒന്ന് മീഡിയനും ഒന്ന് കോർഡിനേറ്റ് ഡീവിയേഷൻ. അപ്പൊ ഞാൻ ആരോഹണ ക്രമത്തിൽ എഴുതാം. അതാണ് അസെൻഡിങ്. ഏറ്റവും ചെറുത് 3 ആണ്, പിന്നെ വരുന്നത് 4, പിന്നെ വരുന്നത് 5, പിന്നെ വരുന്നത് 7, പിന്നെ വരുന്നത് 8. കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൽ കോർഡിനേറ്റ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. Q3 ആണ്, Q1 ആണ്, 2 ആണ്. ആദ്യം നമുക്ക് Q1 എങ്ങനെ കണ്ടുപിടിക്കാം? അതിന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതണം കേട്ടോ. Q1 ഈക്വൽ ടു n പ്ലസ് 1/4 ആയിട്ടാണ്. സൈസ് ഓഫ് n പ്ലസ് സൈസ് എന്ന് ഇവിടെ ചേർക്കാം കേട്ടോ. സൈസ് ഓഫ് n പ്ലസ് 1/4 ഐറ്റം. ഇത് ബ്രാക്കറ്റിൽ ഇടാം. 4th ഐറ്റം. അപ്പൊ Q1 ഈക്വൽ ടു n എന്ന് പറയുന്നത് ഇതിൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5. 5 പ്ലസ് 1/4 6/4. എത്ര വരിക? 6/4. 6/4 വരുമ്പോ എത്ര വരും? 6/4 എന്ന് പറയുമ്പോ നമുക്ക് എത്ര വരും എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2 സംഖ്യ കൂടി ഇതിപ്പോൾ കൂട്ടി എഴുതാം. ഒരു 9ഉം 10ഉം എടുത്ത് എഴുതാം. അവിടെ 9ഉം 10ഉം ആയി. ഒന്നുകൂടി കുറച്ച് ഐറ്റങ്ങളുണ്ട്. 8. അപ്പൊ ഇവിടെ 7 പ്ലസ് 8/4. 8/4 പോയിന്റ് വരാത്ത രീതിയിൽ കിട്ടും കേട്ടോ. 8/4 രണ്ടാമത്തെ ഐറ്റം, സെക്കൻഡ് ഐറ്റം. സെക്കൻഡ് ഐറ്റാണ് നമ്മൾക്ക് എന്ത്? കോർഡിനേറ്റ് ഡീവിയേഷൻ. സെക്കൻഡ് ഐറ്റം വരുന്നത് സെക്കൻഡ് ഐറ്റം ഏതാണ്? 4 ആണ്. ഇതാണ് സെക്കൻഡ് ഐറ്റം കേട്ടോ. QD Q1 എത്ര? 4 കിട്ടി. ഇനി Q3 എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് എഴുതി വെച്ചു. Q3 ഈക്വൽ ടു
Q1 കണ്ടുപിടിച്ച അതേപോലെ തന്നെ സൈസ് ഓഫ് 3 into n plus 1/4 ചെറിയൊരു വ്യത്യാസമാണ്. Q1 ആണെങ്കിൽ ആ 3 ഇല്ല, ഒരു n plus 1/4 ആണ്. Q3 എന്ന് പറയുമ്പോൾ 3 കൂടി ചേർക്കാം, 3 into n plus 1. അപ്പൊ 3 into n plus 1/4. n plus 1 എന്ന് പറയുമ്പോൾ മൊത്തം n എത്ര? 7 plus 1/4. 3 into 7 1 8, 8/4 2. 6th ആയിട്ട് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 9 രണ്ടും കിട്ടി. Q1 കിട്ടി, Q3 കിട്ടി. ഇനി നമുക്ക് ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇക്വേഷൻ അപ്ലൈ ചെയ്തായി. അപ്പൊ നമുക്ക് Q3 എത്ര കിട്ടി? 9 മൈനസ് Q1 എത്രയാണ്? 4 ഡിവൈഡ് ബൈ 2. അപ്പൊ 5 9 4 പോയി എത്ര? 5/2. ആൻസർ 2.5 കിട്ടും കേട്ടോ. ഇതാണ് ക്വാർട്ടർ ഡീവിയേഷൻ. ഇനി കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? Q3 മൈനസ് Q1. Q3 മൈനസ് Q1 എന്ന് പറഞ്ഞാൽ 9 മൈനസ് 4 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. ഇത് രണ്ടും പ്ലസ് ചെയ്യാം. Q3 പ്ലസ് Q1. അപ്പൊ 5/13 എത്ര പേര് നോക്കണം. അത് നമ്മളിങ്ങനെ ഹരിച്ചു നോക്കാം കേട്ടോ. 5 ഉള്ളിലിടുക, 13 പുറത്ത്. 5 പോകില്ല, 50 നോക്കുക. എത്ര 13 പോകും? 13 39 4 13 42 13 39. അപ്പൊ എത്ര വരും? 11. 11 പോലെ 0 ഇട്ടാൽ 110 എത്ര വരും? 13 130 ആണ്. 9 പോലെ 8 8 into 13 3.8 കിട്ടും കേട്ടോ. ആൻസർ 3.8 ആണ്. ഇത് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ കിട്ടും. 3 വരൂല. അതായത് ഫസ്റ്റ് നമ്മള് 5 പോരാ, അങ്ങനെ 13/5 അല്ലേ? 5/10 5 പോരുമ്പോ 0.8, 50 പോയപ്പോ 0.8 അങ്ങനെ വരിക കേട്ടോ. 39 11 11 പോരാ, 0.38 ആണ് കേട്ടോ. എപ്പോഴും കോഎഫിഷ്യന്റ് 1 അതിലധികമോ താഴെ വരുള്ളൂ. 1ന് മുകളിൽ പോയാൽ തെറ്റായിരിക്കും. അപ്പൊ 0.38 ആണ് നമുക്ക്. ഇതാണ് ഇൻഡിവിജ്വൽ സീരീസിൽ. ഇത് നിങ്ങൾ എഴുതിയേക്കട്ടെ. ക്വാർട്ടർ ഡീവിയേഷന്റെ എല്ലാത്തിനും മെയിൻ ആണ്. Q1 കണ്ടുപിടിക്കണ സൈസ് ഓഫ് n plus 1/4 ഐറ്റം ഫസ്റ്റ് ആരോഹണ ക്രമത്തിൽ എഴുതണം. അപ്പൊ നമുക്ക് കിട്ടുമ്പോൾ രണ്ടാമത്തെ ഐറ്റം കിട്ടും. അത് ഇതിന് നോക്കുക. ആരോഹണ ക്രമത്തിൽ 4, അത് Q1. Q3 എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് 3 into n plus 1/4 എഴുതാം. അപ്പൊ 9 കിട്ടും. എന്നിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന ആൻസർ കിട്ടും. ഇതാണ് ഇൻഡിവിജ്വൽ സീരീസിൽ ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ ഡിസ്ക്രീറ്റിൽ എങ്ങനെ ചെയ്യാം, കണ്ടിന്യൂസിൽ എങ്ങനെ ചെയ്യാം എന്നതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഡിസ്ക്രീറ്റിൽ നമ്മൾ വരുമ്പോൾ 2 കോളത്തിലും ഒന്നും എക്സും ഒന്ന് എഫും മാർക്ക് തരുന്നുണ്ട്. 5 10 15 20 സ്റ്റുഡൻസ്. ഇങ്ങനെ ഏതെങ്കിലും 2 ഡാറ്റ. ഇതെല്ലാം ആകണമെന്നില്ല. ഇങ്ങനെ തരാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാർക്കും സ്റ്റുഡൻസും തന്നു. ഇത് 2 ഡാറ്റ തന്നാൽ ഇത് ഡിസ്ക്രീറ്റ് ആണ്. ഒന്ന് എക്സും ഒന്ന് എഫും ആണ്. മീഡിയം കാണുന്നത് പോലെ തന്നെ ഇത് ആരോഹണ ക്രമത്തിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഏത് മാത്രം ആരോഹണ ക്രമം നോക്കി. എക്സ് ആരോഹണാണ്. 5 പിന്നെ 10 ചെറുതുനിന്ന് വലുതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് ആരോഹണാണ്. ഇനി ആരോഹണത്തേക്ക് വേറെ ആക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് 5 കഴിഞ്ഞ് 15 പിന്നെ 10 ആണെങ്കിൽ നമ്മൾ ആരോഹണ ക്രമത്തേക്ക് ആക്കണം. അങ്ങനെ ശ്രദ്ധിക്കണം. ഇവിടെ ആരോഹണ ക്രമം ആയതുകൊണ്ട് പ്രശ്നമില്ല. ഇനി 3 കോളം വരക്കുക. ഒന്ന് നമ്മൾ എക്സ്, ഒന്ന് എഫ്, ഒന്ന് സി എഫ്. എക്സ് എഫ് സി എഫ്. എക്സിന്റെ കോളത്തിൽ നമ്മൾ 5 10 15 20 എഫിന്റെ കോളത്തിൽ 2 3 5 4. മീഡിയം കണ്ട പോലെ തന്നെ നമ്മൾ സി എഫ് കാണും. മീഡിയത്തിലും നമ്മൾ ഡിസ്ക്രീറ്റിൽ സി എഫ് കണ്ടു. ഇവിടെ സി എഫ്. സി എഫ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ഫസ്റ്റ് 2 പിന്നെ 2 3 5 5 5 10 10 4 14 ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോകാം. ഇക്വേഷൻ എന്താണ്?
ക്വാർട്ടർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 എന്നാണ് നമുക്ക്. അല്ല നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് Q1 ആണ്. Q1 കണ്ടുപിടിക്കാം കേട്ടോ. Q1 ഈക്വൽ ടു n പ്ലസ് സൈസ് ഓഫ് n പ്ലസ് 1/4 ആയിട്ടാണ്. n എത്രയാണ്? n എന്ന് പറയുന്നത് ഇവിടെ മൊത്തം ടോട്ടൽ ചെയ്യാം. f ന്റെ ടോട്ടൽ 14 ആണ്. 14 പ്ലസ് 1/4. ആ 15/4 എത്ര വരും? 15ന് 4 കൊണ്ട് h എത്ര വരും? 15 ഹരിക്കണം 4. 3 4 12. 3 പോയിന്റ് 30 4 7 28. 3.7 വരും. ഈ 3.7 CF ഏതിലാ വരും? 2 എന്തായാലും വരില്ല. 2 കഴിഞ്ഞിട്ടാണ് 3.7. അപ്പൊ ഏതിലാ വരിക? 5ലാണ് 3.7 വരിക. 2 തരപ്പോ 2ന് താഴെയുള്ള സംഖ്യകളെ പരിഗണിക്കുള്ളൂ. 5 എന്ന് പറഞ്ഞാല് 2നും 5നും ഇടയിലുള്ള സംഖ്യ. അത് എത്രയാണ്? 3.7. ഇവിടെയാണ് 3.7 ഐറ്റം വരുന്നത്. അതിന് നേരെ എക്സ് എടുക്കുക. അതാണ് Q1 എന്ന് പറയുന്നത് കേട്ടോ. 3.7 വരുന്നത് CFല് 2 കഴിഞ്ഞിട്ടാണ് 3.7. അത് 5നോട് അടുപ്പിച്ചിട്ടാണ്. അപ്പൊ 5 റൗണ്ട് ചെയ്യുക. അതിന് നേരെ എക്സ് എടുക്കും. അപ്പൊ Q1 ഈക്വൽ ടു എത്ര വന്നു? 10. ഇനി ഇതേപോലെ Q3 കാണും. Q3 ഈക്വൽ ടു സൈസ് ഓഫ് 3 into n plus 1/4 ഐറ്റം. അപ്പൊ 3 into n എത്രയാണ്? ഇതേപോലെ 14 പ്ലസ് 1/4. 3 into 15/4 എത്രയാണ്? ഇവിടെ കിട്ടിയിട്ടുണ്ട് 3.7. 3 into 3.7 എത്രയാണ് നോക്കാം കേട്ടോ. 3 into 3.7 3.7 into 3 ഇവിടെ ഗുണിക്കുക. 3 21 2 3 9 2 11 കേട്ടോ. 11.1 വരും. 11.1 ഇതിൽ വരിക. 10 കഴിഞ്ഞിട്ടാണ് 11.1. അപ്പൊ ഇതിൽ വരും 14ന് നേരെ വരും. ഇവിടെയാണ് 11.1 ഐറ്റം. എത്ര വരും? അതിന് നേരെ ലെക്സ് ആണ് Q3 വരുന്നത് 20. അപ്പൊ Q3 ഈക്വൽ ടു 20. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. ഇവിടെ Q3 എന്ന് പറഞ്ഞത് 20 ആണ്. 20 മൈനസ് 11.1 ഡിവൈഡ് 11.1 അല്ല 20 അല്ലേ? Q3 തന്നെ 20. 20 മൈനസ് Q1 എത്ര? 10 ഡിവൈഡ് ബൈ 2. 10/2 5 ആണ് നമുക്ക് Q1 കിട്ടുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് Q3 കോഎഫിഷ്യന്റും കാണണം. കോഎഫിഷ്യന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. കോഎഫിഷ്യന്റും കണ്ടുപിടിക്കണം. കോഎഫിഷ്യന്റ് കാണുമ്പോൾ Q3 എത്രയാണ്? 20 മൈനസ് Q1 എത്ര? 10 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. 20 പ്ലസ് 10 അതായത് 10/30. 10/30 എന്ന് പറയുമ്പോൾ എത്ര? 10 ഹരിക്കണം 30 ചെയ്തു നോക്കണം. 10 പോലെ 100 എത്ര? 90. 0.33 വരും കേട്ടോ. 0.33 ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷനും. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന് Q1 എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, Q3 എങ്ങനെ കണ്ടുപിടിക്കണം. മീഡിയൻ ആകുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് n+1/2 ആണ് കണ്ടുപിടിക്കുക. ക്വാർട്ടയിലാകുമ്പോൾ 4 ആക്കിയാൽ മതി. പിന്നെ ആരോഹണക്രമം 2ലും മെയിൻ ആയിട്ടുള്ളതാണ്. ഇനി ഇതേപോലെ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് ക്വാർട്ടർ ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് കൂടി നമുക്ക് ചെയ്യേണ്ടതാണ്. ചെറിയൊരു ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ എഴുതിയിട്ട് ഇവിടെ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കാം. കണ്ടിന്യൂസ് സീരീസ് ആകുമ്പോൾ നമുക്ക് മാർക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാർക്സ് എന്ന് പറയുന്നത് എക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫ് ആണ്. 0 to 10 10 to 20 കുറച്ച് ഡാറ്റ തരുന്നു. 20 to 30 പെട്ടെന്ന് തീരാനാണ്. 5 10 15. ഇനി ഇത് ഓർഡർ ആണോ നോക്കാം. ആരോഹണക്രമത്തിലാണ് 0 മുതൽ 30 വരെ ഓർഡറിൽ എഴുതിക്കുന്നത്. ഇനി നമ്മുടെ ഇക്വേഷൻ ഇവിടെ ശ്രദ്ധിക്കാണ്. നമുക്ക് ഇതിൽ ഏതൊക്കെ വേണം? Q3 Q1 ഇതൊക്കെ ഉണ്ട്. ഈ CF കണ്ടുപിടിക്കാം. CF ഇങ്ങനെ 5 5 10 15 15 30 CF കിട്ടും. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് Q1 ആണ്. Q1 ഈക്വൽ ടു സൈസ് ഓഫ് ഇവിടെ ശ്രദ്ധിക്കണം n/4 n+1 ഇല്ല കേട്ടോ. കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താണ് n/4.
n/4 കണ്ടുപിടിക്കാം. അല്ല, Q1 സൈസ് ഓഫ് L1 പ്ലസ് n/4 മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു C. ഇതൊന്നും എല്ലാവരും എഴുതി വെച്ചാണ്. ഇതാണ് Q1 കണ്ടുപിടിക്കാനുള്ള സൈസ് ഓഫ് L1 പ്ലസ് n/4, മീഡിയൻ ആണെങ്കിൽ n/2 ആണ്, മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു C. ഇതിൽ ആദ്യം നമുക്ക് L1 കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? n/4 കണ്ടുപിടിക്കണം. n/4 കിട്ടിയാലാണ് ബാക്കിയുള്ള കിട്ടും. n/4 എന്ന് പറഞ്ഞാൽ n എത്ര, മൊത്തം എത്ര ഇതിന്റെ ടോട്ടൽ 30 ആണ്. 30/4 എത്ര വരും? 7.5. 7.5 ഇതിൽ സെലക്ട് ചെയ്യാം. 7.5 CF ഏതിലെ വരിക? 5 കഴിഞ്ഞ് 15 നേരെയാണ് 7.5 വരും. അപ്പൊ ഓരോന്നും കിട്ടി. L1 കിട്ടി. L1 എത്ര? 10 ആണ്. 10 പ്ലസ് n/4 കിട്ടി 7.5 ഡിവൈഡ് ബൈ മൈനസ് CF എത്ര? ഇത് നേരെയുള്ള എടുക്കാം. 15 7.5. ഇവിടെ നമ്മൾ CF എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്തതിന് തൊട്ട് മുമ്പുള്ളത് എടുക്കാൻ നോക്കും കേട്ടോ. CF നമ്മൾ മീഡിയത്തിൽ എടുക്കുകയാണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത CF-ന് തൊട്ട് മുമ്പുള്ള CF എടുക്കാം. 15 റൗണ്ട് ചെയ്തെങ്കിൽ എത്ര എടുക്കാം? 5 എടുക്കാം. 5 ഡിവൈഡ് ബൈ F എത്ര? നമ്മൾ സെലക്ട് ചെയ്തതിന് നേരെയുള്ള F 10 ഇൻറ്റു C എന്നാണ് ഇതിന്റെ വ്യത്യാസം 10. അപ്പൊ 10 പ്ലസ് 7.5 പോയാൽ 2.5 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10. അപ്പൊ 10 പ്ലസ് 2.5 10 കൊണ്ട് ഗുണിച്ച് 25. 25 ഡിവൈഡ് ബൈ 10 2.5 12.5. ഇനി നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ റൗണ്ട് ചെയ്തത് 10/20 ആണ്. ആ റൗണ്ട് ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ ആ റൗണ്ട് ചെയ്തതിന്റെ ഉള്ളിലായിരിക്കണം നമ്മളുടെ ആൻസർ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് Q1 കിട്ടിയത് 12.5 ആണ്. 10/20 ആണ് നമ്മൾ റൗണ്ട് ചെയ്തത്, അതിന്റെ ഉള്ളിൽ തന്നെ കിട്ടി. പലരും ഇവിടെ തെറ്റിക്കാൻ സാധ്യതയുള്ളത് CF റൗണ്ട് ചെയ്ത 15 എടുക്കും. ഒരിക്കലും എടുക്കരുത്. മീഡിയൻ ചെയ്യുമ്പോഴും ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യുമ്പോഴും നമ്മൾ റൗണ്ട് ചെയ്ത CF-ന് തൊട്ട് മുമ്പുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. റൗണ്ട് ചെയ്യുമ്പോൾ 15 റൗണ്ട് ചെയ്താലും ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യേണ്ടത് അതിന് തൊട്ട് മുമ്പ് പ്രിസീഡിങ് CF ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് Q3 കാണും. Q1 കിട്ടി. ഇനി ഇതേപോലെ എങ്ങനെയാണ് Q3 കാണുന്നത്? Q3 നമുക്ക് കാണാണ്ട് Q3 equal to size of L1 plus 3 into n/4 ആണ്. 3 എന്നാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. മൈനസ് CF ഡിവൈഡ് ബൈ F ഇൻറ്റു C. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം 3 into n/4 കണ്ടുപിടിക്കണം. n/4 ഇപ്പൊ നമുക്ക് എത്ര? ഇവിടെ n 30 ആണ്. അപ്പൊ 3 into 30/4 ഇതാണ് n/4. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ 30 ആണ്. 30 കുട്ടികളാണ്. ഡിവൈഡ് ബൈ 4 90/4 എത്ര വരും? 90 4 ഹരിച്ച് എത്ര വരും നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ചെയ്ത് നോക്കാം. 90 ആയിരിക്കണം 4. ഈ 4 8 10 2 4 8 2 20 22.5 ആണ്. 22.5 ആയിട്ട് അത് CF-ൽ ഏതിലെ വരും? 30 വരും. 22.5 എന്നത് 30 അതിന് നേരെയുള്ള റൗണ്ട് ചെയ്യും. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. L1 എന്നുള്ളത് ഇതിലേറ്റവും ചെറുത് 20 പ്ലസ് 3 into n/4 എത്ര കിട്ടി? 22.5 മൈനസ് CF എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ റൗണ്ട് ചെയ്തത് 30 ആണ്. സെലക്ട് ചെയ്യുമ്പോൾ 30-ന് തൊട്ട് മുകളിൽ എടുക്കുക. 15 ഡിവൈഡ് ബൈ F നമ്മൾ റൗണ്ട് ചെയ്തതിന് നേരെയുള്ള ഫ്രീക്വൻസി 15 ഇൻറ്റു C എന്നാണ് ഇതിന്റെ വ്യത്യാസം. 30 20 തമ്മിലുള്ള വ്യത്യാസം 10. അപ്പൊ 20 പ്ലസ് 22.5 15 പോയാൽ 7.5. 7.5-നെ 10 കൊണ്ട് ഗുണിച്ചാൽ 75 ഡിവൈഡ് ബൈ 15. 20 പ്ലസ് 75-നെ 15 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 5 ആണ്. അപ്പൊ 25 ആൻസർ. Q3 എത്രയാണ്? 25. അപ്പൊ നമ്മൾ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയേണ്ടത് നമ്മൾ റൗണ്ട് ചെയ്തത് 28 30 ആണ്.
അതിന്റെ ഇടയിലാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിക്കണം. Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ആണ്. Q3 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി എത്ര? 25. Q1 എത്ര കിട്ടി? 12.5. അപ്പൊ 25 മൈനസ് 12.5 ഡിവൈഡ് ബൈ 2. 12.5 ഡിവൈഡ് ബൈ 2 വരും 6.25 വരും. അതാണ് ക്വാർട്ടർ ഡീവിയേഷൻ. ഇതേപോലെ തന്നെ കോഎഫിഷ്യന്റും കാണും. കോഎഫിഷ്യന്റ് കാണുമ്പോൾ Q3 മൈനസ് Q1 എത്ര? Q3 മൈനസ് Q1 നമുക്ക് എത്ര വരും? 25 മൈനസ് 12.5 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. 25 പ്ലസ് 12.5. അപ്പൊ നമുക്ക് കിട്ടുന്നത് 12.5 ഡിവൈഡ് ബൈ 37.5 വരും. 12.5 ഡിവൈഡ് ബൈ 30. അപ്പൊ നമുക്ക് പോയിന്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. 12.5 37.5 എടുക്കുമ്പോൾ ഒന്നിനും താഴെ വരുന്ന ആൻസർ കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതാണ് കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ക്വാർട്ടർ ഡീവിയേഷനിൽ കണ്ടിന്യൂസ് സീരീസ് ഒന്ന് ശ്രദ്ധിക്കണം. അതിന് അതിന്റെ ഇക്വേഷൻ കറക്റ്റ് നോക്കണം. ഓക്കെ. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറുമായി ചോദിക്കാം. 9037114679. താങ്ക് യു.